3 മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാദ്യം നമുക്കൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിനിപ്പോൾ ഹാൻഡ് ബീറ്ററോ സ്റ്റാൻഡ് ബീറ്ററോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക് ഈ റെസിപ്പി. അപ്പം ഞാനിതൊന്ന് വിസ്ക് ചെയ്യട്ടെ. ഒന്ന് ഈ മുട്ടയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് 180 ml സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കണേ. എന്നിട്ട് ഈ ഓയിലും കൂടി മുട്ടയുടെ കൂടെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ വിസ്ക് ചെയ്തെടുക്കാം. ഒരു എഫേർട്ടും ഇല്ല കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. അടുത്തത് നമുക്കൊരു 1.5 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റ് ഒഴിക്കണം. വെനില എക്സ്ട്രാക്റ്റും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നല്ലോണം വിസ്ക് ചെയ്തെടുക്കാം. ഈ നല്ലോണം വിസ്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5-6 പ്രാവശ്യം ഒന്നും ഇങ്ങനെ വിസ്ക് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. അധികം പണിയൊന്നുമില്ല. 1 മിനിറ്റ് പോലും ഇല്ല. ഒരു ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഞാനിത് വിസ്ക് ചെയ്യണുള്ളൂ. നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പൈനാപ്പിളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പൈനാപ്പിൾ ക്രഷ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാനാണ് യൂസ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടണമെങ്കിൽ നമ്മുടെ സാധാരണ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പൈനാപ്പിൾ ക്രഷ് ക്യാനിലുള്ളത് ഇരിക്കണേ. അതിൻ്റെ കൂടെ ജ്യൂസും ഉണ്ട്. അപ്പോൾ ഒരു 230 ഗ്രാമാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് കുറച്ച് പഴം ആണ് ഇതിലിങ്ങനെ മാഷ് ചെയ്തിടേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പഴം, നമ്മുടെ റോബസ്റ്റയുടെ ഒരു ഫോമാണ് കേട്ടോ. ഇവിടെ ഈ പഴം വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ പഴം നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒന്ന് മാഷ് ചെയ്ത് ഒരു ഫോർക്ക് വെച്ച് അങ്ങനെ മാഷ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഈ കേക്ക് ബാറ്ററിലേക്ക് ഇടാം. അപ്പം നല്ലോണം പഴുത്തതായാലും അത്രയും നല്ലത്. എനിക്കിപ്പോൾ ഇവിടെ ഒരു 3 പഴം വേണം. 400 ഗ്രാം പഴമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനൊരു ഈ സൈസിലുള്ള ഒരു 3 പഴം എടുക്കുന്നുണ്ട്. എൻ്റെ ക്യാമറാമാൻ ഇന്ന് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ക്യാമറ പിടിച്ചത് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബനാന എങ്ങനെയാണ് മാഷ് ചെയ്യാൻ. നല്ലോണം മാഷ് ചെയ്ത് എടുത്തിട്ട് വരട്ടെ. ക്യാമറ ഓഫ് ചെയ്യാൻ പോവാം. ബനാന ഞാനിവിടെ നല്ലോണം മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർക്ക് വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്യാം. ബനാനയും കൂടി ഇട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം. എൻ്റെ സ്പൂണിന് 2 സൈഡുള്ളത് നന്നായി. അപ്പോൾ ഒരു സൈഡിൽ എനിക്ക് ലിക്വിഡും ഒരു സൈഡിൽ എനിക്ക് ഇങ്ങനത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുക്കാം. ഓരോന്നും ഇട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടും ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇടണം. ഒരു ടീസ്പൂൺ ഗ്രൗണ്ട് സിനമൺ ആണ് നമുക്കിനി ഇതിലേക്ക് ഇടേണ്ടത്. 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത്. ഇത് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതും കൂടിയൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി നല്ല ഫ്ലേവറായിട്ട് കിട്ടും കേക്ക്. ഒരു 400 ഗ്രാം ഷുഗറാണ് ഞാൻ അടുത്തത് ഇതിലേക്ക് ഇടുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന പഞ്ചസാര ഭയങ്കര ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി ചെറുതാക്കി ഒന്ന് പൊടിച്ചിട്ട് ഇടുക. ഭയങ്കര ഐസിങ് ഷുഗറിൻ്റെ പോലെയുള്ള പൊടിയല്ല കേട്ടോ. ചെറിയ തരിയുള്ള പഞ്ചസാര അത്രയേ ഉള്ളൂ. കാസ്റ്റ് ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ കേക്കിൽ അത്യാവശ്യത്തിന് ഷുഗർ ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ള കേക്കാണ്. ഹമ്മിങ് ബേർഡ് കേക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല സ്വീറ്റായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ മുട്ടയും ഷുഗറും വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഷുഗർ ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിലിടുന്നത് മൈദയാണ്. മൈദ വേണമല്ലോ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 400 ഗ്രാം മൈദയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനുള്ളിലിട്ടിട്ട്
അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ ഞാൻ പറഞ്ഞു, ഭയങ്കര എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട്. വെറുതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടുക. ഓരോ ഇൻഗ്രീഡിയൻസ് കഴിയുമ്പോഴും ചെറുതായിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. ക്യാമറ വെച്ചിട്ട് ഞാനിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഈ പൈനാപ്പിളൊക്കെ ഇട്ടതുകൊണ്ട് ഇവിടെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ കേക്ക് കഴിക്കുമ്പോൾ. ഇതേ നല്ലോണം മൈദയൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ആഡ് ചെയ്യാനായിട്ട്. ഇവിടെ കുറച്ച് പിക്കോൺ നട്ട്സ് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു ക്രിസ്പി ആവുകയും ചെയ്യും, പിന്നെ നല്ലൊരു മണവും വരികയും ചെയ്യും. ഇനി ഇത് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് അതും കൂടെ കേക്ക് ബാറ്ററിൻ്റെ കൂടെ ഇടാം. ഇതിങ്ങനെ കൈ വെച്ച് പൊടിച്ചാൽ ഇത് പൊടിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ കൈ വെച്ച് പൊടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഹോളായിട്ട് ഇരിക്കുന്ന പിക്കൺ നട്ട്സ് ചെറുതായിട്ടൊന്നിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിൽ ആഡ് ചെയ്യാം. നമ്മുടെ കേക്ക് ബാറ്റർ അങ്ങനെ ഇവിടെ റെഡിയായി. ഭയങ്കര എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു ക്യാമറ ചെയ്യാൻ പോലും എനിക്കൊരാളുടെ ആവശ്യം വന്നില്ല. ഒരു ക്യാമറയും കൂടെ പിടിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും തിക്കായിട്ടാണ് കേട്ടോ ഈ ബാറ്റർ ഇരിക്കണേ. ഇതിനകത്ത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പൈനാപ്പിൾ, ബനാന, നട്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. റസ്മലായി കേക്കിൽ കാണിച്ച പോലെ ഞാനിവിടെ കേക്ക് ടിന്നൊക്കെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 സാൻഡ്വിച്ച് ടിന്നിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കണേ. അങ്ങനെ ഇതേ നമ്മുടെ കേക്ക് ടിന്നൊക്കെ ഞാനിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. കേക്ക് ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഇത് കുത്തി നോക്കുമ്പോൾ ഇപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. 3 കേക്കും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ. അപ്പോൾ അതിനി നമുക്ക് വെച്ചിട്ട് ഈ കേക്ക് അസംബിൾ ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായി വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കൂളായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഞാനിനി ഇത് ലെയർ ചെയ്ത് എടുക്കാൻ പോവാം. ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഉണ്ടാക്കണ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്തത് റെസിപ്പി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഐസിംഗ് ഒക്കെ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങും സൈഡിൽ കുറച്ച് പീക്കൻ നട്ട്സ് വെച്ചിട്ടാണ് ഐസിങ് ചെയ്തത്.